ഇതെന്താന്ന് വെച്ചാൽ ഒരാളോട് തുറന്ന് പറയാൻ അങ്ങേർക്ക് പറ്റുന്നില്ല. ഇതാണ് കാര്യം എന്ന്. പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാൻ നോക്കി, ഇയാൾക്ക് ഈ കാര്യം ഇയാൾ പറയില്ല. എന്താണ് നിന്റെ പ്രശ്നം എന്ന് നോക്കുമ്പോൾ എനിക്ക് വയറ് കൂടുതലാണ്, അപ്പോൾ വയറ് കൂടുതൽ കുറയ്ക്കും, എൻ്റെ ആസിഡിറ്റി ഇതൊക്കെ പറയുന്നത്. ഞാൻ അതാണ് താങ്കളോട് ചോദിച്ചത്. അത്രയും ഒരാളുടെ അടുത്തുനിന്ന് നമുക്കത് ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ ക്ലയന്റുകളോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെ തുറന്നു പറയാൻ മടിക്കുന്ന ക്ലയന്റുകളോട് എന്താ പറയാനുള്ളത്? തുറന്ന് പറയാൻ മടിക്കുന്ന കസ്റ്റമേഴ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില ചോദ്യങ്ങളിലൂടെ തന്നെ അവർ തുറന്ന് പറയണം എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ കേസിലിപ്പം തുറന്ന് നമ്മൾ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു ട്രെയിനർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു പ്രൊഫഷണൽ ബൗണ്ടറീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു വിഷയം, ഇപ്പം നിങ്ങളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ വിഷയം പറയാം. ആകെ ചോദ്യം വരുന്നത് ഇതാണ്, അതായത് ഓപ്പൺ ആവാത്തവരുടെ എന്ത് ചെയ്യണം എന്നുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ലാതെ വേറെ അതിന് സൊല്യൂഷൻ ഒന്നുമില്ല. പിന്നെ ക്ലയൻസിൻ്റെ ഇഷ്ടമാണ്, ഒറ്റയടിക്കൊന്നും എല്ലാവരും എല്ലാ കാര്യങ്ങളും പറയില്ല, കൂടെയാണ് കാര്യങ്ങൾ പറയുള്ളൂ. ഇപ്പോൾ ഇനീഷ്യലി അവർ പറയാൻ പറ്റുന്നതാണ്, അവരെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഇതിലില്ല. ലൈക്ക് നൈസായിട്ട് അവരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. പിന്നെ പ്രൊഫഷണൽ വേയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ സ്ലോലി അവർക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് അവർ സ്റ്റാർട്ടിങ്ങിൽ ഓപ്പൺ അപ്പ് ആവും ഓട്ടോമാറ്റിക്കലി.